ADGPS ശ്രീജിത്ത് ആലപിച്ച സംഗീത വീഡിയോ പുറത്തിറങ്ങുന്നു. ശബരിമല നടയിലെന്നാണ് പേര്. പ്രശാന്ത് മോഹൻ MP ആണ് ഈണം പകർന്നിരിക്കുന്നത്. ഗാനങ്ങൾ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം മംഗലത്ത്. പാല ക്രിയേഷൻസിന്റെ ബാനറിൽ മധു ജി കമലം രചനയും സംവിധാനവും ചെയ്യുന്ന യമഹ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ ഹരി പത്തനാപുരം, നോബി മാർക്കോസ് അടക്കമുള്ളവർ വേഷമിടുന്നു. തൃശൂരിൽ 14 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 29 വർഷം തടവും പിഴയും ശിക്ഷ. പിയാനോ അധ്യാപകനായ ജോഷി വർഗീസിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവിനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. കരകുളം സ്വദേശി ആൽവിൻ വി മാത്യു ആണ് പിടിയിലായത്. വഴിയിലെ തടസ്സം ചെയ്തത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. തിരുവനന്തപുരം വെള്ളനാട് 4 കിലോ ആനക്കൊമ്പുകളുമായി 2 പേർ പിടിയിലായത് വെള്ളനാട് സ്വദേശി നിബു ജോൺ, വിതുര സ്വദേശി വിനീത് എന്നിവർ. ഫോറസ്റ്റ് ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും KSEB ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി നെട്ടിറച്ചിറ ജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി തൊഴുവാനൂർ ALP സ്കൂളിന് സമീപം തുടങ്ങാനിരിക്കുന്ന സിമന്റ് ഗോഡൌണിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയത് വിദ്യാർത്ഥികളുടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. തൃശൂർ അരിമ്പൂർ വാരിയം കോൾ പാടശേഖരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം തേടാൻ സംയുക്ത യോഗം വിളിച്ച് മുരളി പെരുന്നെല്ലി MLA. ഡിസംബർ 11 രാവിലെ അരിമ്പൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിവിധ വകുപ്പ് മേധാവികളുടെയും പാടശേഖര സമിതി പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണ് ചേരുക. തൃശൂർ അരിമ്പൂരിൽ വയോജന ക്ലബ്ബുകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തിയ വയോ കായികമേള ഉണർവ് 2024 നാടിന്റെ ഉത്സവമായി മാറി. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ആലപ്പനങ്ങാട്ട് സാഹിബ് മഹല്ല് കമ്മിറ്റിയുടെ കാരുണ്യ പദ്ധതിയായ ബൈത്തന്നൂർ പാർപ്പിട പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. തറക്കല്ലിടൽ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് താന്നിമോട് പരിശുദ്ധ അമലോത്മവ മാതാ ദേവാലയം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 85ാമത് തിരുനാൾ മഹാമഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഇടവക വികാരി ഫാദർ ബൈജു പറോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വട്ടപ്പാറ SUT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി.